Hello students, welcome back to the channel EduScore. So ഇന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡ് NCERTന്റെ ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. സോ ബിഫോർ ദാറ്റ് നമ്മൾ സയൻസിന്റെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഐ ബി ലിവിങ് ഇറ്റ് ഡൗൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അതിലൊരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 8th സ്റ്റാൻഡേർഡിന്റെ എല്ലാ സബ്ജക്ട്സിന്റെ എല്ലാ വീഡിയോസും ഇതുവരെ അപ്ലോഡ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ യു ക്യാൻ ചൂസ് വാട്ട് യു വാണ്ട് ടു സീ ആൻഡ് ലേൺ. സോ വിത്ത് ദാറ്റ് നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ദ നെയിം ഓഫ് ദി ചാപ്റ്റർ ഇസ് ഹൗ, വെൻ ആൻഡ് വെയർ. സോ ഇത് നമ്മൾ ഇക്കൊല്ലം പഠിക്കാൻ പോകുന്ന ഹിസ്റ്ററിന്റെ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഈ ചാപ്റ്റർ. ഓക്കെ, സോ ഇത് അത്ര ടഫ് ഒന്നും അല്ല, ഇറ്റ്സ് വെരി ഈസി. നിങ്ങൾ ജസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. വി ക്യാൻ ലേൺ വെരി ഈസിലി. How important are dates? There was a time when historians were fascinated with dates. There were heated debates about the dates on which rulers were crowned or battles were fought. In the common sense notion, history was synonymous with dates. സോ നിങ്ങൾ ഹിസ്റ്ററിനെ പറ്റി ഇനീഷ്യലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 1947 ഫ്രീഡം കിട്ടി, 1857 ബാറ്റിൽ ഓഫ് പ്ലാസി, അങ്ങനെ പലതും ഉണ്ട്. പല ഡേറ്റ്സ്, ഇയർ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെയായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്, ആൻഡ് ഹിസ്റ്റോറിയൻസും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഓക്കെ, ബട്ട് ദ തിങ് ഈസ് history is more than dates. Okay, we'll be looking into it, how it is more than dates. You may have heard people say, I find history boring because it's all about memorizing dates. Is such a conception true? We'll see. History is certainly about changes that occur over time. It is about finding out how things were in the past and how things have changed. So നമ്മൾ ഹിസ്റ്ററിയിൽ ഒരു പീരിയഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എല്ലാ ആസ്പെക്റ്റിലും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ പീപ്പിൾ ലിവ് ഡ്യൂറിങ് ദാറ്റ് ടൈം, ദ സോഷ്യൽ കണ്ടീഷൻസ് ഡ്യൂറിങ് ദാറ്റ് ടൈം എന്തായിരുന്നു, ആൾക്കാർ ഏത് റിലീജിയൻ ആയിരുന്നു ഫോളോ ചെയ്തത്, ഏത് രാജാവായിരുന്നു ആ സമയത്ത് ഭരിച്ചത്, അല്ലെങ്കിൽ ഏത് ഗവൺമെന്റ്, ഏത് പാർട്ടി, ഏത് റൂളിംഗ് പാർട്ടി ആയിരുന്നു ആ സമയത്തുള്ളത്. ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് വി ലേൺ ഇൻ ഹിസ്റ്ററി. നമ്മൾ വെറും ഡേറ്റ്സ് മാത്രമല്ല. ഓക്കെ, as soon as we compare the past with the present, we refer to time we talk of before and after. So നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈമിനെ വെച്ചിട്ട് അതിൻ്റെ മുമ്പേ ആണോ സംഭവിച്ചത്, അതിന് ശേഷമാണോ സംഭവിച്ചത് എന്നുള്ള രീതിയിലാണ് പഠിക്കുന്നത്. ദാറ്റ് മീൻസ് വി യൂസ് ദ ടേം ബിഫോർ ആൻഡ് ആഫ്റ്റർ. സോ ഇതുവരെ നമ്മൾ വായിച്ചത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണോ, അങ്ങനെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. Living in the world, we do not always ask historical questions about what we see around us. We take things for granted as if what we see has always been in the world we inhabit. നമ്മളിപ്പം നമ്മളെ സറൗണ്ടിങ്ങിൽ ബസ്, കാറ് ഒക്കെ ഓടുന്നത് കാണുന്നുണ്ട്. നല്ല ഹൈ സ്റ്റാൻഡേർഡ്, ഹൈ ക്വാളിറ്റി, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാർസ് തന്നെ നമ്മൾ കാണാറുണ്ട്. ബട്ട് നമ്മൾ വി ഡോണ്ട് സിറ്റ് ആൻഡ് തിങ്ക് ഇഫ് that car was the way it is right now. സോ ആ കാറ് ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പം നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഒക്കെ അല്ലേ. സോ സെൽഫ് ഡ്രൈവിംഗ് കാർസ് പറഞ്ഞാൽ നമ്മൾ അതിൽ ഡ്രൈവർ ആവശ്യമില്ല, അത് തന്നെ താൻ ഓടിക്കും. യു ജസ്റ്റ് നീഡ് ടു ഫീഡ് ഇൻ ദ കാർ. അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് പോകേണ്ടതെന്ന് ലൊക്കേഷൻ അതിൽ ഇട്ട് കൊടുത്താൽ മതി, ആ കാറ് തന്നെ താൻ ഓടിച്ചു കൊണ്ടുപോയിക്കോളും. ഓൾ ദീസ് ടൈപ്സ് ഓഫ് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ്, അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് പോകേണ്ടതെന്ന് ലൊക്കേഷൻ അതിൽ ഇട്ട് കൊടുത്താൽ മതി, ആ കാറ് തന്നെ താൻ ഓടിച്ചു കൊണ്ടുപോയിക്കോളും. All these types of technologically advanced ഫസ്റ്റ് കാർ എപ്പോഴാണ് ഉണ്ടായത്, ആ കാർ എങ്ങനെയായിരുന്നു, അത് എവിടെയാണ് ഉണ്ടായത്, ആരാണ് അതിനെ ഇൻവെന്റ് ചെയ്തത്, അങ്ങനെ പല തിങ്സ് ഉണ്ട് അബൌട്ട് കാർ വിച്ച് ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ് അത് ഗ്രാജ്വലി ഡെവലപ്പ് ആയി വന്നതാണ്, ഒറ്റയടിക്ക് നമ്മൾ. സോ സിമിലർലി മോസ്റ്റ് ഓഫ് ദ തിങ്സ് അറൗണ്ട് us ഹാവ് ഗ്രാജ്വലി ഡെവലപ്ഡ്. അത് വളരെ സിമ്പിൾ ഫോമിലായിരുന്നു. ഓക്കെ, but most of us have our moments of wonder when we are curious and we ask questions that actually are historical. Watching someone sip a cup of tea at a roadside tea stall, you may wonder, when did people begin to drink tea or coffee? അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ പോലും അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ടീ എങ്ങനെയാണോ ഇന്ത്യയിൽ വന്നത്, അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ യു ഷുഡ് ടെൽ മീ ടീയും കോഫിയും എങ്ങനെയാണോ ഇന്ത്യയിൽ വന്നത് എന്ന്. യു ഹാവ് സ്റ്റഡീഡ് ദിസ് ഇൻ 7th സ്റ്റാൻഡേർഡ്. സോ ദാറ്റ്സ് വൈ ദിസ് ഈസ് യുവർ ഹോംവർക്ക്. പ്ലീസ് ലിവ് ഇറ്റ് ഡൗൺ ഇൻ ദ കമൻറ്റ്സ് ആൻഡ് ലെറ്റ് മീ നോ. Looking out of the window of a train, you may ask yourself, when were railways built and how did people travel long distances before the age of railways? Reading the newspaper in the morning,
You may be curious to know how people got to hear about things before newspapers began to be printed. So there are many things which we can sit and wonder. So let us look into figures. Brahmins offering the Shastras to Britannia, frontispiece to the first map produced by James Rennell 1782. ഹിന്ദുസ്ഥാൻ എന്നാണ് ഈ ഡയഗ്രാമിൽ ഈ പിക്ചറിലുള്ളത്. സോ ബ്രിട്ടാനിയ ആരാന്നു നമ്മളെ ഭാരത് മാത ഇല്ലേ, അതുപോലെയാന്നു ബ്രിട്ടൻസിന് അവര് ബ്രിട്ടാനിയ എന്നാണോ അവര് ദർ മദർ കൺട്രീസ് മദർ എന്ന് പറയാം. ഓക്കെ, സോ ഇതില് ബ്രാഹ്മിൺ അവർക്ക് ഒരു ശസ്ത്രാസ് അതൊക്കെ കൊടുക്കാന്നു എന്നുള്ള രീതിയിലാണ് ഈ പിക്ചർ ഉള്ളത്. Rennell was asked by Robert Clive to produce maps of India, Hindustan. An enthusiastic supporter of British conquest of India, Rennell saw preparation of maps as essential to the process of domination. The picture here tries to suggest that Indians willingly gave over their ancient texts to Britannia, the symbol of British power, as if asking her to become the protector of Indian culture. So the reason why this diagram is so important is ആ സമയത്ത് ബ്രിട്ടീഷിന് നമ്മളെ കൺട്രീൻ്റെ മേലെ പവർ കാണിക്കേണ്ടിയിട്ട് ദേ ഫെൽറ്റ് ലൈക്ക് മാപ്സിൻ്റെ മേലെ നമ്മൾ പവർ കാണിച്ചതാണെങ്കിൽ പീപ്പിൾ വിൽ ബി കൺവിൻസ്ഡ് അത് വി ആർ പവർഫുൾ എന്ന്. സോ ഹിയർ നമ്മൾ ആ സമയത്തുള്ള വി ഹാവ് സ്റ്റഡീഡ് ദിസ്, നമ്മൾ ആ സമയത്തുള്ള എഡ്യൂക്കേറ്റഡ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ബ്രാഹ്മിൻസ് ആയിരുന്നു. സോ ദ ബ്രാഹ്മിൻസ് ആർ ഗിവിങ് അവരുടെ നോളജ്, അവർക്ക് അറിയുന്ന ശസ്ത്രാസ് ദാറ്റ് ദേ ആർ ഗിവിങ് ടു ബ്രിട്ടാനിയ എന്ന് വെച്ചാൽ കുഞ്ഞും കൊണ്ടാണ് കൊടുക്കുന്നത്. കണ്ടോ, കുഞ്ഞും കൊണ്ട് കൊടുക്കാന്ന് റിക്വസ്റ്റ് ചെയ്തും കൊണ്ട് കൊടുക്കുന്ന പോലെയാണ്. സോ അവർ റിക്വസ്റ്റ് ചെയ്തും കൊണ്ട് കൊടുക്കാന്നു, എന്നിട്ട് പറയാന്നു ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യൂ എന്നുള്ള രീതിയിലാണ് ഈ പിക്ചർ കാണിക്കുന്നത്. സോ ദിസ് വാസ് ബൈ ജെയിംസ് റെനൽ. So there's an activity. Look carefully at figure 1 and write a paragraph explaining how this image projects an imperial perception. Imperial പറഞ്ഞാൽ ഒരു പുറത്തുനിന്നുള്ള റൂൾ പറഞ്ഞാൽ എക്സ്റ്റേണൽ റൂൾ, അതിനാണ് ഇമ്പീരിയൽ എന്ന് പറയാം. സോ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നോക്കുന്ന രീതി, എങ്ങനെയാണ് ഒരു സാധനത്തിന് നോക്കുന്നത് അതിൻ്റെ ഒരു രീതി ഉണ്ടാവില്ല, ഓരോരുത്തർ ഓരോ സിറ്റുവേഷനെ വേറെ രീതിയിലാണ് നോക്കുക. സോ ദിസ് ഈസ് അബൌട്ട് ഇമ്പീരിയൽ പെർസെപ്ഷൻ. അപ്പോൾ ഇമ്പീരിയൽ പെർസെപ്ഷൻ ഞാൻ ഇപ്പം ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു. അവർ ദേ ആർ ട്രൈങ് ടു show that they have more power, and they are trying to show that Indians are requesting the educated people from the Indian community, that is the Brahmins. അവർ റിക്വസ്റ്റ് ചെയ്യാന്നു ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യൂ, ഇതാ ഞങ്ങളെ ഇൻഫർമേഷൻ എല്ലാം, ഞങ്ങൾ നോളജ് ഇതാന്നു, പ്ലീസ് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യൂ എന്നുള്ള രീതിയിലാന്നു അവരിത് കാണിക്കുന്നത്. സോ അവിടെ നിങ്ങൾക്ക് കാണാം ദറ്റ് ബ്രാഹ്മിൻസ് ആർ സ്റ്റാൻഡിങ് ആൻഡ് ഇവിടെ ഒരു ബ്രാഹ്മിൻ ബെൻഡ് ചെയ്തും കൊണ്ട് കൊടുക്കാന്നു. പക്ഷേ ഈ സൈഡിൽ നിങ്ങൾക്ക് സോ അവിടെ നിങ്ങൾക്ക് കാണാം ദറ്റ് ബ്രാഹ്മിൻസ് ആർ സ്റ്റാൻഡിങ് ആൻഡ് ഇവിടെ ഒരു ബ്രാഹ്മിൻ ബെൻഡ് ചെയ്തും കൊണ്ട് കൊടുക്കാന്നു. പക്ഷേ ഈ സൈഡിൽ നിങ്ങൾക്ക് ഇരിക്കാന്നു. സോ ഇറ്റ് ഷോസ് ഇവരാണ് കുറച്ചുകൂടി മുതിർന്ന. All such historical questions refer us back to notions of time. But time does not have to be always precisely dated in terms of a particular year or a month. Sometimes it is actually incorrect to fix precise dates to processes that happen over a period of time. So നമ്മളെ ഹിസ്റ്ററിയിൽ ടൈം എന്ന നോഷൻ ഉണ്ട് എന്നാന്നു, അത് ശരിയാന്നു, ഉണ്ട് എന്നുള്ള കാര്യം ശരിയാന്നു. പക്ഷേ ടൈം എപ്പോഴും ഇങ്ങനെ കറക്റ്റായിട്ട് ഉണ്ടാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രീഡം കിട്ടിയ ഇൻഡിപെൻഡൻസ് കിട്ടിയ ദിവസം അതൊരു കറക്റ്റായിട്ടുള്ള ദിവസമാണു. ഓക്കെ, അന്നാന്നു പറഞ്ഞത് ഓക്കെ ഇത് ഇന്ത്യ നിങ്ങളതാന്നു, ഞങ്ങൾ ഇവിടുന്ന് പോവാന്നു എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷ് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കൊടുത്തു. ബട്ട് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ പ്രോസസ്സ് ആ ഒരു ദിവസത്തിലാണോ കിട്ടിയത്? അല്ല. ആ പ്രോസസ് ഇറ്റ് ഹാസ് ബീൻ ഗോയിങ് ഓൺ സിൻസ് 1700s, സിൻസ് 1800s ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിലാണെങ്കിലും ഇറ്റ് ഹാസ് ബീൻ ദർ. 1900s വളരെ സ്ട്രോങ് ആയത്. പിന്നെ അവസാനം 1947 ഫ്രീഡം കിട്ടി. എന്ന് വെച്ചാൽ യു കാൺട്ട് സേ ദറ്റ് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഫ്രീഡം വാസ് only on 15th August 1947. അല്ലേ, യു കാൺട്ട് സേ ദാറ്റ്. ദ പ്രോസസ് ഹാസ് ബീൻ ദർ സിൻസ് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്, 200-300 ഇയേഴ്സ് ഉള്ള ഒരു പ്രോസസ്സിനെയാണ് നമുക്ക് അവസാനം കിട്ടിയത്. സോ അതിനൊരു പ്രിസൈസ് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള അങ്ങനെ എക്സ്ട്രീംലി കറക്റ്റ് അങ്ങനെയാണ് പ്രിസൈസ് എൻ്റെ ഉദ്ദേശം. സോ വി കാൺ ഫിക്സ് പ്രിസൈസ് ഡേറ്റ്സ് ടു പ്രോസസ്സസ് ദാറ്റ് ഹാപ്പൻ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. നമുക്ക് അതിനൊരു
കറക്റ്റ് ദിവസം കൊടുക്കാൻ പറ്റില്ല. അത് ഇന്ന ദിവസമാണു നമ്മളെല്ലാവരും ഇൻഡിപെൻഡൻസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയാൻ പറ്റില്ല. ഈവൻ ദോ വലിയ രീതിയിൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് പറയാൻ പറ്റും. ബട്ട് ദാറ്റ് ഫീലിംഗ് ഹാസ് ബീൻ ദെയർ. ആൾക്കാർ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ ടു ഗെറ്റ് ഇൻഡിപെൻഡൻസ്. സോ വി കാൺട്ട് സേ ഒരു കറക്റ്റ് ഡേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. People in India did not begin drinking tea one fine day. They developed a taste for it over time. So എല്ലാ ദിവസവും നമ്മൾ ഇന്ത്യൻസ് ചായ കുടിക്കാറുണ്ട് യൂഷ്വലി. സോ അതൊരു ദിവസം അവരിരുന്ന് ഇന്ന് മുതൽ നമ്മൾ എല്ലാ ദിവസവും ചായ കുടിക്കും എന്ന് തീരുമാനിച്ചതല്ല. സോ അവരൊരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്തു, ചായ ഇഷ്ടമായി. അതൊരു ദിവസം അവരിരുന്ന് ഇന്ന് മുതൽ നമ്മൾ എല്ലാ ദിവസവും ചായ കുടിക്കും എന്ന് തീരുമാനിച്ചതല്ല. സോ അവരൊരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്തു, ചായ ഇഷ്ടമായി. നമുക്ക് അങ്ങനെയാണോ എല്ലാ കാര്യവും ഹിസ്റ്ററിയിൽ സംഭവിക്കുന്നത്. ഈ പാരഗ്രാഫ് വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ വരും. സോ യു ക്യാൻ മാർക്ക് ദിസ്. There can be no one clear date for a process such as this. Similarly, we cannot fix one single date on which British rule was established, or the national movement started, or changes took place within the economy and society. All these things happened over a stretch of time. We can only refer to a span of time, an approximate period over which particular changes became visible. സോ ഇങ്ങനത്തെ ഓരോ ചേഞ്ചസിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനത്തെ ഓരോ ചേഞ്ചസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അതിനൊരു ഫിക്സ്ഡ് പ്രിസൈസ് ടൈം നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ സേ ഈ സമയത്താണു, ഏകദേശം ഈ സമയത്താണു, ഏകദേശം ഈ 5 കൊല്ലത്തിൽ അല്ലെ ഈ കൊല്ലത്തിലാണു ഇതൊക്കെ സംഭവിക്കാൻ തുടങ്ങിയതെന്ന്. ഓക്കെ, യു ക്യാൻ സീ ദിസ് ഫിഗർ 2, ഫേമസ് ഓൾ ഓവർ ദി വേൾഡ് ലിപ്റ്റൺസ് ടീ. ഇപ്പോഴും നിങ്ങൾക്ക് ലിപ്റ്റൺസ് ടീ മാർക്കറ്റിൽ കിട്ടും. ഓക്കെ, സോ ലിപ്റ്റൺസ് ടീ, കോഫി ഒക്കെ ഉള്ള അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണോ ഇത്. അഡ്വർടൈസ്മെൻറ്റ്സ് ഹെൽപ്പ് ക്രിയേറ്റ് ടേസ്റ്റ്. Old advertisements help us understand how markets for new products were created and new tastes were popularized. ഈ അഡ്വർടൈസ്മെന്റ് കണ്ടാലും യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഈ കുടിക്കാത്ത നോർമൽ ആൾക്കാർ കുടിക്കാത്ത സാധനമായിരുന്നു ടീയും കോഫിയും. ബട്ട് അതിനെ അവരെങ്ങനെയായിരുന്നു മാർക്കറ്റിൽ സെല് ചെയ്തത്, അതിനൊരു പോപ്പുലർ ഡ്രിങ്ക് ആയി മാറ്റിയത് എങ്ങനെയാണെന്ന് എന്ന് ഈ അഡ്വർടൈസ്മെന്റ് കണ്ടാൽ മനസ്സിലാവും. ദിസ് 1922 advertisement for Lipton tea suggests that royalty all over the world is associated with this tea. In the background, you can see the outer wall of an Indian palace, while in the foreground, seated on horseback, is the third son of Queen Victoria of Britain, Prince Arthur, who was given the title Duke of Connaught. So, ഇതിൽ അവരെങ്ങനെയാ പോപ്പുലറൈസ് ചെയ്തത്? ഈ ചായ, ഈ കാപ്പി, ലിപ്റ്റൻ്റെ കാപ്പിയും ചായ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, റോയൽറ്റി പറഞ്ഞാൽ കിങ്സ്, അങ്ങനത്തെ ആൾക്കാർ കുടിക്കുന്നതായിരുന്നു. സോ അതെങ്ങനെയാണ് അവർ പോർട്രേ ചെയ്തത്? പാലസും ആ രാജാവും അവർ ഹോഴ്സിൽ പോകുന്നതും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ലിപ്റ്റൺ ടീൻ്റെ അഡ്വർടൈസ്മെൻറ്റും കൂടി കൊടുത്തപ്പോൾ ഇറ്റ് ഷോഡ് ദാറ്റ് ഇത് വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കുടിക്കുന്ന ടീ ആയിരുന്നു. സോ എവ്രിബഡി വാണ്ട്സ് ടു ബി ഇൻ ദാറ്റ് ഗ്രൂപ്പ്. ദേ വാണ്ട് ടു ബി ലൈക്ക് റിച്ച്. അപ്പം പീപ്പിൾ വിൽ സ്റ്റാർട്ട് ഡ്രിങ്കിങ്. ഓ, ഇത് അവർ കുടിക്കുന്ന ചായ ആണോ എന്ന് പറഞ്ഞിട്ട് ദേ വിൽ സ്റ്റാർട്ട് ഡ്രിങ്കിങ്. സോ ദാറ്റ് ഈസ് ഹൗ ദിസ് വാസ് അഡ്വർടൈസ്ഡ്. Why then do we continue to associate history with a string of dates? This association has a reason. Why then do we continue to associate history with a string of dates? This association has a reason. Historians wrote about the year a king was crowned, the year he married, the year he had child, the year he fought a particular war, the year he died, and the year the next ruler succeeded to the throne. For events such as these, specific dates can be determined, and histories such as these, debates about dates continue to be important. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിരുന്നു ദാറ്റ് എനി ചേഞ്ചസ് ഓർ എനി പ്രോസസ്സസ് ദാറ്റ് ഹാപ്പൻ ഓവർ ടൈം, അത് ടേക്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. അതിനൊരു പ്രിസൈസ് ഡേറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന്. ബട്ട് സ്റ്റിൽ നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഓ നോ, വി ഹാവ് ടു സ്റ്റഡി ഡേറ്റ്സ്, അങ്ങനെ എന്തെല്ലാം. വൈ ഡു വി തിങ്ക് ദാറ്റ് ഹിസ്റ്ററി ഈസ് സോ ക്ലോസ്ലി അറ്റാച്ച്ഡ് വിത്ത് ഡേറ്റ്സ്? പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ കോർട്ടിയേഴ്സ്, സോ കോർട്ടിൽ ദർ വെർ മിനിസ്റ്റേഴ്സ്, ഓരോരോ കാര്യം നോക്കുന്ന ആൾക്കാർ, ആൻഡ് ദർ വെർ ഓൾസോ historians, there were poets, there were musicians, artists, there were so many people in the court of a king. So ആ സമയത്തുള്ള ഹിസ്റ്റോറിയൻസിന്റെ പണി എന്താണോ? ടു നോട്ട് ഡൗൺ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. സോ ദേ യൂസ് ടു റൈറ്റ്, ഇന്ന് രാജാവ് ഉണ്ടായി, ഐ മീൻ പ്രിൻസ് ഉണ്ടായി,
പിന്നെ നെക്സ്റ്റ് they will write about the events in that prince's life. പിന്നെ ആ രാജാവ് എപ്പോഴാ ആയത്, ക്രൗൺ എപ്പോഴാ ചെയ്ത, when did he become the king, അതിനുശേഷം what all battles he fought, and then when did this king get married, when did he have a child, that means the next prince was born, everything. ഇങ്ങനത്തെ സംഭവങ്ങൾ you can tell when is your birthday, right? You can tell when your parents wedding anniversary is. So ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ you can tell a particular date. അത് eventually സംഭവിക്കുന്നതല്ല. You can tell when you joined school, ആ ഡേറ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും. So all these things can be defined in a particular date. അതുകൊണ്ടാണ് ഹിസ്റ്ററിനെ നമ്മൾ പറയുന്നത് ഓക്കെ ഹിസ്റ്ററി മീൻസ് ഡേറ്റ്സ് എന്ന് പറയുന്നത്, ബിക്കോസ് ഈ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഡേറ്റ്സ്. As you have seen in the history textbooks of the past 2 years, historians now write about a host of other issues and other questions. നിങ്ങൾ 6th 7th പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറും ഈ രാജാവ് എപ്പോഴാണ് ഉണ്ടായത്, അവർ ഏത് ബാറ്റിലാണോ ഫൈറ്റ് ചെയ്തത്, ഏത് വാറിലാണോ പങ്കെടുത്തത്, അതൊന്നും അല്ല നമ്മൾ പഠിക്കുന്നത്. യെസ് വി ഡു സ്റ്റഡി ദാറ്റ് ഓൾസോ, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ സമയത്ത് നടന്ന സോഷ്യൽ, എക്കണോമിക്, റിലീജിയസ് അത് yes they look at how people earned their livelihood, what they produced and ate, how cities developed and markets came up, how kingdoms were formed and how new ideas spread, and how cultures and societies changed. So all these things also we are studying in history. So it is not just about kings and their battles. Okay, which dates, by what criteria do we choose a set of dates as important? നമ്മൾ ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണോ ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? The dates we select, the dates around which we compose a story of the past, are not important on their own. നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന ഡേറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അത് മാത്രം, നമ്മൾ ആ ഡേറ്റ് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, പക്ഷെ ആ ഡേറ്റിനനുബന്ധിച്ച് ആ ഡേറ്റിൽ ഉണ്ടായ ഈവൻസ് കൊണ്ട് കണക്ഷൻ ഉള്ള വേറെ ഈവൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ഡേറ്റിനെ ഇമ്പോർട്ടൻ്റ് എന്ന് തീരുമാനിക്കുന്നത്. They become vital because we focus on a particular set of events as important. If our focus of study changes, if we begin to look at new issues, a new set of dates will appear significant. For example, if we are looking only at wars, upon we will look at big ഏറ്റവും വലിയ വലിയ wars which brought about big changes, അതിനെ മാത്രമാണ് നോക്കുക. So those dates become important. But if you are looking at how did Hinduism come into play, or how did Islam come into India and how it spread, അതിനെപ്പറ്റി ആലോചിക്കുകയാണെങ്കിൽ the dates which are important will change. 7th century AD അതായിരിക്കും important. For example, you are looking at your life, so your important dates will be your birthday, your parents wedding anniversary, the day you joined school. For example, നമ്മൾ ഈ 3 dates ആയിരിക്കും. So these 3 dates will be different for you and your friend. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ വേറെയാണ്. സോ ആ ഫ്രണ്ടിൻ്റെ ലൈഫിൽ നോക്കിയാൽ the set of dates which he thinks or he or she thinks is important will be different. Similarly, നമ്മൾ ഏത് ടോപ്പിക് ചൂസ് ചെയ്യുന്നത് ആ ടോപ്പിക്കിന് അനുബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ the dates which are important will be different. Simple, right? Consider an example. In the histories written by British historians in India, the rule of each governor-general was important. These histories began with the rule of the first governor-general, Warren Hastings, and ended with the last viceroy, Lord Mountbatten. So this is important. This can be really important questions. Okay, please underline this. The first governor-general is Warren Hastings, and the last viceroy before independence is Lord Mountbatten. In separate chapters, we read about the deeds of others. Hastings, Wellesley, Bentinck, Dalhousie, Canning, Lawrence, Lytton, Ripon, Curzon, Harding, Irwin, ഇവരൊക്കെ ആയിരുന്നു different governor generals. So these are the governor generals from first to last. നടുവിലുള്ള important ആൾക്കാരാണ് ഇതൊക്കെ. It was a seemingly never-ending succession of governor generals and viceroys. There were many governor generals and many viceroys. All the dates in these history books were linked to these personalities, to their activities, policies, achievements. It was as if there was nothing outside their lives that was important for us to know. The chronology of their lives marked the different chapters of the history of British India.
So what they are trying to say is British wrote history. Okay, അവരും ഡോക്യുമെന്റ് ചെയ്തിരുന്നു ഈ സമയത്ത് ഇതുണ്ടായി, ഈ ജനറൽ ഗവർണർ ജനറൽ ആയിരുന്നു റൂൾ ചെയ്യുന്നത്, all these things. So these are all the governor generals. അവരെ പറ്റിയായിരുന്നു ബ്രിട്ടീഷ് ആൾക്കാർ എഴുതിയത് ഇൻ ഹിസ്റ്ററി. അതല്ലാണ്ട് ദേ ഡിഡ് നോട്ട് റൈറ്റ് അബൌട്ട് എനിത്തിങ് എൽസ്. ഇതായിരുന്നു അവരുടെ മെയിൻ ഫോക്കസ്. ബാക്കി സംഭവങ്ങളൊക്കെ ഇങ്ങനെ മേലെ മേലെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബട്ട് the life of these governor generals was their main focus. So if you look at that history book which the British wrote, you will feel like all the dates associated with these governor generals is the only important dates. But that is not right. ആ സമയത്ത് പല വേറെ സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ട് which are equally important. ഈ ബ്രിട്ടീഷിന്റെ ഹിസ്റ്ററി വായിച്ചാൽ യു വിൽ നോട്ട് സീ എനിത്തിങ് ഔട്ട്സൈഡ് ഓഫ് ഈ ഗവർണർ ജനറൽസിന്റെ ലൈഫ്, അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ ആയിരിക്കും ഈ ബുക്സിൽ എഴുതിയത്. സോ ദ ഡേറ്റ്സ് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ആർ ദ ഡേറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ഗവർണർ ജനറൽ. The chronology of their lives mark the different chapters of the history of British India. Chronology പറഞ്ഞാൽ എന്താ? Does anyone know what is chronology? If yes, leave in the comments. Okay, ഞാൻ ആൻസർ പറയാൻ പോവാന്നു. Chronology means സമയത്തിനനുസരിച്ച് ഫസ്റ്റ് സംഭവിക്കുന്നത് എന്താ? ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ടേക്ക് യുവർ ലൈഫ് അഗൈൻ. യു ആർ ബോൺ, then you start speaking, then you start walking, then you go to school, then you reach 5th standard, then you reach 8th standard. സോ ഈ 6-7 ഇവൻറ്റ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഞാൻ പറഞ്ഞത്. സോ നിങ്ങൾ ക്രൊണോളജിക്കലി അതിനെ അറേഞ്ച് ചെയ്യുക വെച്ചാൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. പറഞ്ഞാൽ ആദ്യം സംഭവിച്ചത് ആദ്യം എഴുതും, രണ്ടാമത് സംഭവിച്ചത് രണ്ടാമത് എഴുതും. അങ്ങനെ ആ വേയിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയാം. സോ ക്രൊണോളജി എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച്. സോ ഫസ്റ്റ് എന്താവുക, ക്രൊണോളജിക്കലി നിങ്ങളുടെ ലൈഫിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് യു ആർ ബോൺ, then you start talking, and then you start running, then you go to school, then you go to 5th standard, then you go to 8th standard. This is the proper chronological order of the events of your life. So similarly, the chronology of their lives mark the different chapters of the history of British India. So British India history, if you consider it was only the chronology of these people's lives, the governor general's life and what they did, their achievements, everything. Can we not write about the history of this period in a different way? Of course we can. When we write history or a story, we divide it into chapters. Why do we do this? It is to give each chapter some coherence. പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹിസ്റ്ററി എഴുതാണെങ്കിൽ we divide the book into different chapters. Chapters പറഞ്ഞാൽ it is a different segment. സോ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഒരു യൂണിഫോമിറ്റി, ആ ഒരു ചാപ്റ്ററിൽ ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കാര്യം ആൻഡ് റിലേറ്റഡ് കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യും. സോ കൊഹറൻസ് പറഞ്ഞാൽ ഒരു യൂണിഫോമിറ്റി, ഒരു നല്ലൊരു സുഖം തോന്നിക്കാൻ നമ്മൾ ഒരേപോലെയുള്ള സംഭവത്തിനെ പറ്റിയാണ് ആ ചാപ്റ്റർ പറയുക. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ടീ, യു ഡിസ്കസ് ഓൺലി അബൌട്ട് ടീ ഇൻ ദാറ്റ് ചാപ്റ്റർ. അല്ലെങ്കിൽ വി ക്യാൻ ടോക്ക് അബൌട്ട് 10 years. 1750 to 1760 സംഭവിച്ച ഇമ്പോർട്ടൻറ്റ് കാര്യം വിൽ ബി ചാപ്റ്റർ 1. പിന്നെ 1760 to 1770 സംഭവിച്ച ഇമ്പോർട്ടൻറ്റ് കാര്യം വിൽ ബി ചാപ്റ്റർ 2. അങ്ങനെ നോക്കിയാൽ ഒരു യൂണിഫോമിറ്റി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടു ടെൽ എ സ്റ്റോറി ഇൻ എ വേ ദാറ്റ് മേക്സ് സം സെൻസ് ആൻഡ് ക്യാൻ ബി ഫോളോഡ്. ഇൻ ദ പ്രോസസ് വി ഫോക്കസ് ഓൺലി ഓൺ ദോസ് ഇവൻറ്റ്സ് ദാറ്റ് ഹെൽപ്പ് us to give shape to the story we are telling. We focus only on those events which are important in our story. If you are talking about how tea came to India, we'll talk only about how it was cultivated in India, how it reached India, how it spread in India. ഈ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ. സോ നമുക്ക് പറയേണ്ട സ്റ്റോറി എന്താണോ, നമ്മളെ കഥയിലുള്ള മെയിൻ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുക. In the histories that revolve around the life of British Governor Generals, the activities of Indians simply do not fit. They have no space. What then do we do? Clearly, we need another format for our history. This would mean that the old dates will no longer have the significance they had earlier. A new set of dates will become more important for us to know. So, we'll be writing a different history. We'll be studying a different history
ഓഫ് നോർമൽ പീപ്പിൾ ഓഫ് ഇന്ത്യ. അത് നോക്കിക്കഴിഞ്ഞാൽ ഗവർണർ ജനറൽസിൻ്റെ ഹിസ്റ്ററിയിൽ ഇൻക്ലൂഡ് ആയ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് അല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിൽ ബി ലുക്കിംഗ് അറ്റ് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. Let's look into figure 3. This is the first Governor General of India, of British India. Warren Hastings became the first Governor General of India in 1773. While history books narrated the deeds of Governor Generals, biographies glorified them as persons and paintings projected them as powerful figures. So, ആ സമയത്തുള്ള ഹിസ്റ്ററി ബുക്സ് വാസ് ഓൾ അബൌട്ട് വാട്ട് ദി ഗവർണർ ജനറൽ ഡിഡ്. അവർ ചെയ്ത കാര്യങ്ങൾ, അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. അവരെ പറ്റി എഴുതിയ ബയോഗ്രാഫീസിൽ അവരെ പുകഴ്ത്തി പറഞ്ഞു. അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് അതിൽ കാണിച്ചത്.